കല്യാണത്തിലേക്ക് എത്തിക്കണോ? നമ്മൾ ഒരുപാട് നാളായി പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കല്യാണം കഴിക്കണം എന്നുണ്ടോ? കല്യാണം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു തുടർച്ച മാത്രമല്ല, അത് ഒരു ഫാമിലി സിസ്റ്റം ആരംഭിക്കുന്നതിൻ്റെ ഒരു തീരുമാനം കൂടിയാണ്. അപ്പോൾ അവിടെ ചോദിക്കേണ്ടത് സ്നേഹമുണ്ടോ എന്ന് മാത്രമല്ല, ഈ റിലേഷൻഷിപ്പിന് കല്യാണത്തിൻ്റെതായ യോഗ്യതകളുണ്ടോ എന്ന് കൂടിയാണ്. അതിലാദ്യത്തേതാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. പരസ്പരം തുറന്ന് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത്. അപ്രോപ്രിയേറ്റ് ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും സേഫ് ആയിരിക്കും. രണ്ടാമത്തേതാണ് എഫക്റ്റീവ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് തീരുമാനിക്കാനാണോ, അതല്ല ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണോ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നതെന്നുള്ളത്. ഒരു ഹെൽത്തി കപ്പിൾസ് എപ്പോഴും ആ ഒരു പ്രോബ്ലം റിസോൾവ് ചെയ്യാനായിരിക്കും നോക്കുന്നത്, അത് അവോയ്ഡ് ചെയ്യാൻ ആയിരിക്കില്ല. അടുത്തതാണ് ഷെയർഡ് ബിലീഫ് സിസ്റ്റം. നിങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ, വാല്യൂസ്, ജെൻഡർ റോൾസ്, മണി, ഫിനാൻസസ്, ഫാമിലി ബൗണ്ടറീസ് ഒക്കെ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണെങ്കിൽ അവിടെ സ്നേഹം കൊണ്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് ഓർഗനൈസേഷൻ സ്റ്റെബിലിറ്റി. അതായത് ഒരു ഫാമിലി സിസ്റ്റം സ്റ്റേബിൾ ആകണമെങ്കിൽ അവിടെ എല്ലാവരുടെയും റോൾസ് ക്ലിയർ ആയിരിക്കണം. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, കിഡ്സ്, പാരൻസ് ഇവരുടെയൊക്കെ സ്പേസസ് വളരെ വ്യക്തമായിരിക്കണം. എല്ലാവരും എല്ലായിടത്തും എപ്പോഴും ഇൻ്റർഫിയർ ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം അൺപ്രഡിക്റ്റബിൾ ആകാനും അത് അൺസ്റ്റേബിൾ ആകാനുമുള്ള ചാൻസസ് കൂടുതലാണ്. അടുത്തതാണ് വൾണറബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി. അതായത് നിങ്ങളുടെ വൾണറബിലിറ്റീസ് ഷെയർ ചെയ്യാൻ ഒരു സേഫ് സ്പേസ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ അവിടെ ഇൻറ്റിമേറ്റ് ആയിരിക്കുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് ചേഞ്ചസ് അല്ലെങ്കിൽ ചാലഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ എന്നതൊക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അക്കൾച്ചറേഷൻ. അതായത് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്, ലൈഫ് സ്റ്റൈൽ, ഫുഡ് ഹാബിറ്റ്സിൽ നിന്നൊക്കെ വരുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഫോഴ്സ് ചെയ്ത് മാറ്റണം എന്നൊരു ആറ്റിറ്റ്യൂഡാണോ അവിടെ ഉള്ളത്, അതല്ല മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് നെഗോഷിയേഷനിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം. ഇവയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രണയം വിവാഹത്തിലെത്തിയാൽ ഹെൽത്തി ആവുകയുള്ളൂ. പകരം ഈ ഫൗണ്ടേഷൻസ് ഒന്നും ഇല്ലാതെ സ്നേഹം കൊണ്ട് മാത്രം നിങ്ങൾ കല്യാണത്തിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ കൂടുതൽ ക്രാക്സ് വിസിബിൾ ആകാനുള്ള ചാൻസസ് കൂടുതലാണ്.